അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇസ്ലാം കാര്യം എന്ന് പറയുന്നത്. അതിൽ പൊതുവെ നമസ്കാരം നാം നിസ്കരിക്കുന്നുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആരാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞ് സൂറത്തുൽ മുഅ്മിൻ വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്കാണ് യഥാർത്ഥമായ വിജയം, അവരാണ് വിജയിച്ചവർ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ആരാണ് ഈ സത്യവിശ്വാസി എന്ന് വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കരിക്കുന്നവരാണ്, അവരുടെ നമസ്കാരത്തിൽ അവർ ഭയഭക്തി ഉള്ളവരാണ് എന്ന പരിശുദ്ധമായ ഖുർആൻ. നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ് മുഅ്മിൻ. എന്നിട്ട് പറയുന്നുണ്ട് മുഅ്മിനെ കുറിച്ച് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, കളിതമാശകളെ തൊട്ട് വേണ്ടാത്ത തോന്നിവാസങ്ങളെ തൊട്ട് അവർ തിരിഞ്ഞു കളഞ്ഞവരാണ്, അതിലവർ കൂടുതലും കൂടാത്തവരാണ്. എന്നിട്ട് പറയുന്നുണ്ട് അതേ മുഅ്മിനിന്റെ സിഫത്തിനെ കുറിച്ച് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, കൃത്യമായി സകാത്ത് അവന്റെ നിർബന്ധ ദാനങ്ങൾ കൊടുക്കുന്നവരാണ്, സകാത്ത് കൊടുത്തു വീടുന്നവനാണ് മുഅ്മിനെ എന്ന പരിശുദ്ധമായ ഖുർആൻ. എന്താണ് ഈ സകാത്ത്? സകാത്ത് ഏതിലെല്ലാം കൊടുക്കണമെന്ന് കൃത്യമായി നാം അറിഞ്ഞിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെ വിളിച്ചു പറയുന്ന ഒരു ഹദീസുണ്ട്. കച്ചവടം ചെയ്യൽ നിസ്കരിക്കുന്നത് പോലെയുള്ള ഒരു ഇബാദത്താണ്, പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് കച്ചവടം എന്നുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുൻകഴിഞ്ഞ ഒരുപാട് സമുദായത്തെ അള്ളാഹു അവർക്ക് ഇറക്കിയ ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രത്യേകമായും ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവർ കച്ചവടം നടത്തുമ്പോൾ അവരുടെ തുലാസിൽ, അവരുടെ തൂക്കങ്ങളിൽ അവർ ഏറ്റവ്യത്യാസം ചെയ്തുകൊണ്ട് വഞ്ചന നടത്തുന്ന ആളുകളായിരുന്നു. അങ്ങനെ വഞ്ചന നടത്തുന്ന ആളുകളെ അള്ളാഹു പ്രത്യേകമായ അദാബ് കൊണ്ട് അള്ളാഹു ശിക്ഷിച്ചു എന്നാണ്. അപ്പൊ കച്ചവടം എന്ന് പറയുന്നത് അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അത് ഇബാദത്തായി പരിഗണിക്കുമെന്ന് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ഹദീസ് നബി തങ്ങൾ പറയുകയാണ്, യാ മഅ്ശറത് തുജാർ, ഓ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെ എന്ന് വിളിച്ചു നബി തങ്ങൾ വിളിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് ഫസ്തജാബൂ ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയാളത്തിലേക്ക് നിങ്ങൾ ഉത്തരം നൽകണമേ. ആ സമയത്ത് സ്വഹാബത്ത് കച്ചവടം നടത്തുന്ന എല്ലാവരും അവരുടെ കഴുത്തുകളും പെരടികളും അതുപോലെ തന്നെ കണ്ണുകളും അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവർ എത്തി നോക്കി. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ കച്ചവടം നടത്തുന്ന ആളുകളെയും അല്ലാഹുവിന്റെ ഖിയാമത്ത് നാളിൽ ഭയാനകമായ ലോകത്തെ അവരെ അക്രമികളായ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമെന്നാണ്. കച്ചവടം നടത്തിയ എല്ലാരെയും അല്ലാഹു അവരെ പുജാരികളായ അക്രമികളായ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമെന്നാണ്. പിന്നെ ആരൊഴികെ കച്ചവടം നടത്തുമ്പോൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് കച്ചവടം നടത്തിയ ആളുകൾ ഒഴികെ, മാത്രമല്ല അവന്റെ കച്ചവടം നടത്തി ആ സകാത്തിന്റെ നിസാബ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ല നിലയ്ക്ക് കച്ചവടം ചെയ്തു, അവന്റെ കച്ചവടത്തിൽ നിന്ന് സകാത്ത് നിർബന്ധമായപ്പോൾ ആ സകാത്ത് കൊടുത്തു വീടിയവൻ ഒഴികെ ആ കച്ചവടം നടത്തുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹു പറഞ്ഞതുപോലെ കച്ചവടം നടത്തിയവനല്ലാതെ ബാക്കിയുള്ള എല്ലാ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെയും അക്രമികളായി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുമത്രേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല, ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സകാത്ത് പൊതുവെ നമുക്കറിയുന്നത് ഈ മസല കൃത്യമായി പഠിക്കേണ്ട കാര്യമാണ്. സകാത്ത് പൊതുവെ പറയപ്പെടുന്നത് 8 ഇനങ്ങളിലായിട്ട് 8 വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണ്, ബാക്കിയുള്ള സംഗതികളൊക്കെ ഞങ്ങൾ നാട്ടിലില്ലാത്തത് കൊണ്ട് ഉള്ള സംഗതികളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നെ സമീപിച്ചാൽ മതി, ഇതിനെ കുറിച്ച് വിശാലമായി പറയാം. അപ്പോ ഇവിടെ പറഞ്ഞത് 20 മിസ്ബാലാണ് സ്വർണത്തിൽ കൊടുക്കാനുള്ളത്. ചില ആളുകൾ ഹദീസിനെ എന്തെല്ലാം വ്യാഖ്യാനിക്കലാണ്. ഇടയ്ക്കൊരു പ്രശ്നം വന്നു, വെള്ളിയാഴ്ച ജുമാ ആയി കഴിഞ്ഞാൽ, പെരുന്നാളായി കഴിഞ്ഞാൽ ജുമാ നമസ്കരിക്കണ. അപ്പൊ ഹദീസിന്റെ നോക്കിയിട്ടുള്ള ഹദീസിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാരുണ്ട്. മഹാനായ ആ ഹദീസിനെ തന്നെ വ്യാഖ്യാനിച്ച് അവസാനത്തെ ഹാഫിദുൽ ഹദീസ് എന്ന് ലോകം അംഗീകരിച്ച, ഇന്ന് മിസ്റിൽ അന്ത്യമുറങ്ങുന്ന മഹാനായ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി
അലി ആ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ മഹാനവറുകൾ ഖുതുബയിൽ പെരുന്നാളിന്റെ ഖുതുബയിൽ പറഞ്ഞു, അത് മദീനയിൽ നിന്ന് വിദൂരമായി വന്ന ആളുകൾ, അവിടെ ഒന്നും ജുമാ നടക്കുന്നില്ല, ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഇങ്ങോട്ട് വന്ന ആളുകൾക്ക് അവർ ജുമാക്ക് നിന്നാൽ പിന്നെ അവരുടെ പെരുന്നാളൊക്കെ ബാധ്യരായി പോകും എന്ന് പറഞ്ഞാൽ പിന്നെ നടത്താനോ കുടുംബത്തേക്ക് സന്ദർശിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലുള്ള മദീനയിൽ നിന്ന് എത്രയോ വിദൂരമായി വന്ന ആളുകൾക്ക് ഒരു ഇളവ് നൽകിയതാണ്, ഒരു റുഖ്സ നൽകിയതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരേ ദിവസം ജുമായും പെരുന്നാളും വന്നപ്പോൾ കൃത്യമായ നബി തങ്ങൾ 2 ഖുതുബകൾ നടത്തി, എന്നിട്ട് 2 നമസ്കാരവും നബി തങ്ങൾ നടത്തി എന്നാണ്. ആ നമസ്കാരത്തിൽ പ്രത്യേകമായ സുന്നത്തുള്ള സൂറത്തുകൾ ഓതിയെന്ന് ഒരുപാട് ഹദീസുകൾ അവിടുത്തെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും തോന്നിവാസം പറയലില്ല, സക്കാത്തിന്റെ കാര്യം വരുമ്പോൾ എന്തെങ്കിലും പറയലില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, 20 മിസ്കാല് സ്വർണത്തിന്റെ നിസാബ് എത്തിച്ചാലാണ് ഇന്നത്തെ കണക്കനുസരിച്ച് 85 ഗ്രാം ഒരാളുടെ കയ്യിൽ ആഭരണമല്ലാതെ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കൽ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. പെണ്ണ് ഉപയോഗിക്കുന്ന ആഭരണം അത് 85 അല്ല, ഇനി 100 ഗ്രാം അല്ല, എത്രയുമായാൽ തന്നെ ഇസ്രാഫിന്റെ ഒരു ഘട്ടത്തേക്ക് എത്താത്ത കാലത്തൊക്കെ പെണ്ണ് ആഭരണമായി ഉപയോഗിക്കുന്ന സ്വത്തിലേക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇനി ആണുങ്ങളുടെ കയ്യിലാണ് ഈ 85 ഗ്രാം, അല്ലെങ്കിൽ അവൻ ബാങ്കിൽ നെറ്റായി സൂക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ബിസ്ക്കറ്റായി സൂക്ഷിക്കുന്നതാണ്, അങ്ങനെയാണ് പൈസക്ക് പകരമായിട്ട് അവന്റെ സമ്പത്തിന് ഒരു ആണ് ആഭരണമല്ലാതെ അവന്റെ സമ്പത്തിനെ അവൻ 85 ഗ്രാമിനേക്കാൾ കൂടുതലായി ഒരാള് സൂക്ഷിക്കുകയാണെങ്കിൽ അതിലേക്ക് 1 കൊല്ലം തികയുമ്പോൾ നിസാബിന്റെ കാര്യം, നിസാബിനെ എത്തിച്ചിരിക്കണം. നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാകുന്ന ആ തുക എത്തിച്ചതിന് ശേഷം 1 കൊല്ലമാകുമ്പോൾ അത് അങ്ങനെ തന്നെ ബാക്കിയായിട്ട് 1 കൊല്ലമായി കഴിഞ്ഞാലാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ 85 ഗ്രാം ഒരാളുടെ കയ്യിൽ സ്വർണം സൂക്ഷിപ്പുണ്ടായിട്ട് മുഹറം 1-നാണ് ഒരാള്, അല്ലെങ്കിൽ റമദാൻ 1-നാണ് ഒരാൾ അതിനെ സൂക്ഷിച്ചു വെക്കുന്നത്, അടുത്ത റമദാൻ വരെ അതിന് ബാങ്കിൽ തന്നെ വെക്കണമെന്നിട്ടില്ല. ഒരാൾ കടായിട്ട് കൊടുത്തു ഈ സ്വർണത്തിന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാൾക്ക് വായ്പ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഇയാൾ യൂസ് ആക്കാതെ വേറെ ഒരാൾക്ക് ബാഡിയായിട്ട് ഇങ്ങനെ കൊടുത്താലും അത് 1 കൊല്ലം തികഞ്ഞാൽ അതിന് 2.5% സക്കാത്ത് കൊടുത്തു വീഴണമെന്നാണ് പരിശുദ്ധമായി ദീൻ പറയുന്നത്. സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണമായി കൊടുക്കണം എന്ന് തന്നെയാണ് ബലമായ അഭിപ്രായം. സ്വർണത്തിനോട് പറയുന്നത് സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണമായി തന്നെ ആ സക്കാത്തിനെ കൊടുക്കണമെന്നാണ്. 2.5% പൈസക്ക് പകരമായിട്ട് അത് പൈസ കൊടുക്കാൻ പറ്റോ ഇല്ലെന്ന അഭിപ്രായം. എന്നാലും സ്വർണത്തിനോട് പറയുന്നത് പരിശുദ്ധമായ ഫുഖഹാ പറയുന്നത് മുഅത്തമദായ മസല സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണമായി തന്നെ കൊടുക്കണമെന്നാണ്. അപ്പൊ സ്വർണത്തിന്റെ കഥ അങ്ങനെയാണ്. ഇനി സിൽവർ ഗോൾഡ് എന്ന് പറയുമ്പോൾ 595 ഗ്രാമാണ്. ഇന്ന് ആ 595 ഗ്രാമിന്റെ കണക്ക് ഏകദേശം അത് അത്ര എത്തിച്ചാൽ അതിന്റെയും 2.5% സക്കാത്ത് കൊടുത്തു വീഴണമെന്നാണ് പരിശുദ്ധമായി ദീൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നിലവിൽ അങ്ങനെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്ത് വരുന്നത് കുറവാണ്. പിന്നെയുള്ള സംശയം കൂടുതൽ കച്ചവടത്തിന്റെ സക്കാത്തിനെ കുറിച്ചാണ്. പൊതുവെ എല്ലാവരും കച്ചവടം നടത്തുന്ന ആളുകളാണ്. അടക്കന്റെ കച്ചവടം നടത്തുന്ന ആളുണ്ടാവും, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കച്ചവടങ്ങൾ, അല്ലെങ്കിൽ സൂപ്പർ ബസാർ പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടാവും. ഇത്തരത്തിൽ കച്ചവടം നടത്തുന്ന ആളുകളാണെങ്കിൽ അവരുടെ സക്കാത്ത് എങ്ങനെ? ഇനി ബാങ്കിൽ സാലറി ആയി വരുന്ന ആ സാലറിനെ മാസമായി ഒരാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, അവരുടെ സക്കാത്ത് എങ്ങനെയാണ് കൊടുത്തു വീണത്? ഇത് കൃത്യമായി നാം പഠിക്കേണ്ടതുണ്ട്. ഒരിക്കലും കടം എന്നുള്ളത് സക്കാത്തിനെ തടയുകയില്ല. ഉദാഹരണത്തിന് ഞാൻ പറയുമ്പോൾ ഉദാഹരണത്തിന് ഈ റമദാൻ 1-ന് അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1-ന് ഒരാൾ കച്ചവടം തുടങ്ങി, ഒരു 50 ലക്ഷം കടം എടുത്തിട്ടാണ് ഒരാൾ കച്ചവടം തുടങ്ങുന്നത്. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ കടം ഒരിക്കലും സക്കാത്തിനെ തടയൂല എന്നാണ്. സക്കാത്തിന്റെ നിസാബ് ഒരാൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ കടം എന്നുള്ളത് ഈ സക്കാത്ത് നിർബന്ധമായതിനെ തടയൂല എന്നാണ്. അപ്പൊ ഈ കച്ചവടത്തിന്റെ സക്കാത്ത് പറയുമ്പോൾ ഒന്നിരിക്കലോ സ്വർണം അല്ലെങ്കിൽ വെള്ളി, 2ന്റെ നിസാബ് നോക്കണം. ഇന്ന് 2ഉം തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കുറവുള്ളത് സ്വർണം 85 ഗ്രാം പറയുമ്പോൾ എത്രയോ ലക്ഷങ്ങളാവും. അപ്പൊ 595 ഗ്രാമിന്റെ ഇന്നത്തെ വില, ഇന്ന് ഗോൾഡിനിക്ക് ഇന്നത്തെ വില എന്ന് പറയുമ്പോൾ സിൽവറിനിക്ക് ഇന്ന് 1 ഗ്രാമിനിക്ക് ടുഡേ ഇന്ന് മാർക്കറ്റ് റേറ്റ് 285 രൂപയാണ്. അപ്പൊ 595 ഗ്രാമിനിക്ക് 1,69,575 രൂപ വരും. അത്രയാണ് ഒരു നിസാബ്. അപ്പോ ഒരാൾ കഴിഞ്ഞ റബീഉൽ അവ്വലിന് അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും ഒരു മാസത്തിൽ ഹിജ്റ കലണ്ടറാണ് ഇസ്ലാമിൽ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ കണക്കല്ല വരുന്നത്.
അപ്പൊ കഴിഞ്ഞ റമദാനിൽ ഒരാൾ ഒരു കച്ചവടം തുടങ്ങി, അല്ലെങ്കിൽ അടക്കന്റെ കച്ചവടം, എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങിയാൽ ആ കച്ചവടം ഇങ്ങനെ ആയി വന്നു. ഇന്ന് റമദാൻ ഒന്നാണ്, ഇന്നത്തെ റമദാൻ ഒന്നെനിക്ക് ആ ഉള്ള സംഗതികൾ, അതിൽ വന്ന ലാഭങ്ങൾ ഉണ്ടെങ്കിൽ ആ ലാഭങ്ങൾ പ്ലസ് ഇന്നുള്ള ചരക്ക് അവന്റെ അടക്ക് എത്ര ബാക്കിയുണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഐറ്റംസുകളാണ് വിൽക്കുന്നത്, ടൈൽ കച്ചവടമാണ്, ടൈൽസോ അല്ലെങ്കിൽ മാർബിളോ, അല്ലെങ്കിൽ വ്യത്യസ്തമായ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ സൂപ്പർ ബസാർ പോലെയുള്ള അരി സാധനത്തിന്റെ കച്ചവടം നടത്തുന്ന ആളുകളാണെങ്കിൽ ഈ സകാത്ത് നിർബന്ധമാകുന്ന ദിവസം അവന്റെ പീടികയിലുള്ള ഷോപ്പിലുള്ള ആ സാധനത്തിന്റെ കണക്കൊന്ന് അടിച്ചു കൂട്ടണം. ഇന്നിപ്പോ അടക്കയാണ് സ്റ്റോക്ക് ഉള്ളതെങ്കിൽ ആ അടക്കക്ക് ഇന്നത്തെ റേറ്റ് കഴിഞ്ഞ റബീഉൽ അവ്വൽ ഒന്നിനേക്കാണ് തുടങ്ങിയിട്ട് ഈ റബീഉൽ അവ്വൽ ഒന്നാമത് ഇന്ന് എത്രയാണ് നിലവിൽ ആ ചരക്കുള്ളത്, ഈ കച്ചവടം നടത്തുന്ന ആ വസ്തു ഗൂഡ്സ് അത് എത്രയാണുള്ളത് എന്ന് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ആയിരിക്കണം. എടുത്ത റേറ്റ് എടുത്തത് ചിലപ്പോൾ അടയ്ക്ക് 400 രൂപക്കാണ് എടുത്തിരിക്കുക. അപ്പൊ ഇന്നത്തെ റേറ്റ് ചിലപ്പോൾ അത് 500 രൂപ ആയിട്ടുണ്ടാവും. സകാത്ത് നിർബന്ധമാകുന്ന ദിവസം ആ സാധനത്തിന്റെ വില എന്താണ്, മാർക്കറ്റ് പൊതുവെ ആയിട്ടുള്ള മാർക്കറ്റ് റേറ്റ് എത്രയാണെന്നിട്ടാണ് കണക്കിടേണ്ടത്. എന്നിട്ടാണ് വന്ന ലാഭവും അന്നത്തെ ദിവസം ആ വസ്തു എത്ര ബാക്കിയുണ്ട് ആ വസ്തു ഒന്ന് രണ്ടും പ്ലസ് ചെയ്യണം. എന്നിട്ട് ഈ സംഗതി ഒരു കൊല്ലമാകുമ്പോൾ ഈ പറഞ്ഞ 595 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 1,69,575 രൂപ അത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിലേക്ക് 2.5% സക്കാത്ത് കൊടുക്കണം. ഈ പൈസ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ 2.5% ചെറിയൊരു സക്കാത്തേ വരുന്നുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരാൾക്ക് നഷ്ടമാണുള്ളത്, ലാഭമല്ല മാനദണ്ഡം സക്കാത്ത് കൊടുക്കാനുള്ളത്. നിസാബ് ഒരാൾ എത്തിച്ചു, ഇനി അയാൾ നഷ്ടത്തിലാണുള്ളതെങ്കിലും അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാൾ 10 ലക്ഷം ഇട്ട് കച്ചവടം തുടങ്ങി, 10 ലക്ഷം ഇട്ട് കച്ചവടം തുടങ്ങി. ഈ കൊല്ലം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ റമദാനിലാണ് അയാൾ തുടങ്ങിയിട്ട് ഈ റമദാൻ വന്നെത്തുമ്പോൾ അയാൾ ഏകദേശം ക്ലോസ് ആയി പോയി. 10 ലക്ഷം ഇട്ട് ഏകദേശം 7 ലക്ഷം ക്ലോസ് ആയി, എന്നാൽ 3 ലക്ഷം ബാക്കിയായി. എന്നാൽ അയാൾ നിസാബിനെ എത്തിച്ചു എന്നാണ് ഈ പറഞ്ഞ സിൽവറിന്റെ കണക്കനുസരിച്ച് അയാൾ സക്കാത്തിന്റെ അവകാശം അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാനുള്ള ആ സ്വത്തവകാശം അയാൾ എത്തിച്ചു. അപ്പൊ 3 ലക്ഷം കണക്കാക്കിയിട്ട് അയാൾ അതിന് സക്കാത്ത് കൊടുക്കണമെന്നാണ് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരാൾ 50 ലക്ഷം എടുത്തിട്ടാണ് കച്ചവടം നടത്തുന്നത്, 50 ലക്ഷം എടുത്തിട്ടാണ് കച്ചവടം നടത്തുന്നത്, ധാരാളം കടമെടുത്തതാണ്. ആ കടമെടുത്തത് ഈ എടുത്ത സ്വത്തിലേക്ക് ഒരിക്കലും ബാധിക്കുകയില്ല എന്നാണ്. ഇയാൾ 50 ലക്ഷം എടുത്ത് കച്ചവടം നടത്തുകയാണ്, തിരിച്ചു കൊടുക്കാൻ വേറെ ഒരു സ്വത്തിൽ 50 ലക്ഷം കൊടുത്താലേ കടം വിടുകയുള്ളൂ എന്ന അവസ്ഥയിലാണെങ്കിലും ഇയാൾ കച്ചവടത്തിലേക്ക് ആ പൈസ ഇട്ടിട്ട് അത് ഒരു കൊല്ലം പൂർത്തിയായി കഴിഞ്ഞാൽ ആ പൂർത്തിയാകുന്ന നേരത്തെ എത്രയാണോ പണമുള്ളത് അയാൾ സക്കാത്തിന്റെ ആ ഒരു നിസാബിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കടമെടുത്ത് കച്ചവടം നടത്തുകയാണെങ്കിലും ആ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഫുഖഹാ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇനി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം, നാം ലാഭം കിട്ടിയ സാധനം അല്ലെങ്കിൽ സാലറി ആയിട്ട് കിട്ടുന്ന സാധനം, കഴിഞ്ഞ റബീഉൽ അവ്വൽ ഒന്നിനാണ് ഒരു ജോലി തുടങ്ങിയത്. അന്ന് റബീഉൽ അവ്വൽ ഒന്നിന് അയാൾ 1 ലക്ഷം രൂപ എന്താക്കി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആ പൈസ എടുക്കാതെ അടുത്ത റമദാൻ വരെ, അപ്പൊ 1 ലക്ഷം എന്നുള്ളത് ഇന്നത്തെ കണക്കനുസരിച്ച് അയാൾ സക്കാത്തിന്റെ നിസാബിന് എത്തിച്ചില്ല. ഇനി റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് റബീഉൽ ആഖിറിൽ എന്താക്കുന്ന രണ്ടാമതും 1 ലക്ഷം അയാൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അയാളെ ബാങ്കിന്റെ ടോട്ടൽ ബാലൻസ് 2 ലക്ഷം രൂപയായി. അപ്പൊ 2 ലക്ഷം രൂപയായി കഴിഞ്ഞാൽ അയാൾ നിസാബിന് എത്തിച്ചു എന്നാണ്. അപ്പൊ റബീഉൽ ആഖിർ മുതൽക്കാണ് അയാളുടെ ഈ സക്കാത്തിന്റെ കൊല്ലം തുടങ്ങുന്നത്. അടുത്ത റബീഉൽ ആഖിർ ആകുമ്പോൾ അയാളെ കൊല്ലം പൂർത്തിയായി. അപ്പോൾ ആ പൈസ അങ്ങനെ തന്നെ ബാക്കിയുണ്ടെങ്കിൽ അയാൾ അതിലേക്ക് സക്കാത്ത് കൊടുക്കണം. ഇനി വരുന്ന സംശയം എന്ന് പറഞ്ഞാൽ, കൊല്ലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ ഒരു താരീഖിന് അല്ലെങ്കിൽ റബീഉൽ അവ്വൽ ഒന്നിന് ഒരാൾ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി ഈ റബീഉൽ ആഖിർ ആകുമ്പോൾ സക്കാത്തിന്റെ നിസാബ് അയാൾ എത്തിച്ചല്ലോ. ഇനി പിന്നെയുള്ള അടുത്ത മാസത്തിലാണ് അയാൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്? അപ്പൊ ഓരോ മാസം കൂടുമ്പോൾ അയാൾ ഡെപ്പോസിറ്റ് ചെയ്തോണ്ട് അപ്പൊ അതിന്റെ സക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്നിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ റബീഉൽ ആഖിർ വരുമ്പോഴേ ഈ ആദ്യം നിർബന്ധമായ സക്കാത്തിന്റെ ആ ഒരു കണക്കുണ്ടല്ലോ, അതിനനുസരിച്ച് അയാൾ എന്താക്കുക, സക്കാത്ത് കൊടുക്കുക. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ റബീഉൽ ആഖിർ ആകുമ്പോഴാണ് അയാളുടെ സക്കാത്ത് നിർബന്ധമായി തുടങ്ങുന്നത്. അത് മുതൽക്ക് അടുത്ത റബീഉൽ ആഖിർ ആകുമ്പോൾ അതിനുള്ള സക്കാത്ത് കൊടുക്കാം. പിന്നെ അടുത്ത മാസത്തിലാണ് അയാൾക്ക് വീണ്ടും അയാൾ 50,000 രൂപയോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയോ അയാൾ എന്താക്കുന്നത്, പിന്നെയും ആഡ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടലി ഈ സക്കാത്ത് നിർബന്ധമായതോടുകൂടി അതും ആഡായി. അപ്പൊ അതിലേക്കുള്ള സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്?
ഈ റബീഉൽ ആഖിർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മാസം തികയുമ്പോഴാണ് അതിന്റെ നിർബന്ധമായി വരുന്നത്. അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് പിന്നെ എന്താക്കേണ്ടി വരും? മാസം മാസം സക്കാത്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണത്തിന് ചുരുക്കി പറഞ്ഞാൽ, ഞാൻ അർത്ഥം വേണ്ടിയാണ് പറയുന്നത്, ഹിജ്റയുടെ കലണ്ടർ അനുസരിച്ചിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി ഈസി ആയിട്ട് മനസ്സിലാവാൻ പറയാണ്, ജനുവരി 1 അങ്ങനെയല്ല കണക്ക് പിടിക്കേണ്ടത്. ഇസ്ലാമിക് കലണ്ടർ റബീഉൽ അവ്വൽ 1 കണക്ക്, അല്ലെങ്കിൽ ആ മാസത്തിൽ ഏത് മാസത്തിൻ്റെതാണ് അതാണ് കണക്ക്. ഇനി അർത്ഥം വേണ്ടിയിട്ടാണ് പറയുന്നത്, ജനുവരി 1 ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്തു, എന്നാൽ ഫെബ്രുവരിയിലും ഒരാൾ എന്താക്കി മാസം മാസം ഇങ്ങനെയാണ് ബാങ്കിലേക്ക് അവന്റെ ബാലൻസ് ആഡ് ചെയ്യുന്നത്. അപ്പൊ സക്കാത്തിന്റെ നിസാബ് നിർബന്ധമാകുന്നത് ഈ 1,61,000 സംതിങ് ആണ്. ഇപ്പൊ പറഞ്ഞ ഈ സിൽവറിന്റെ കണക്കനുസരിച്ച് അത് നിർബന്ധമാകുമ്പോൾ ആ പൈസ എപ്പോഴാണോ ബാങ്കിലേക്ക് വരുന്നത് ആ ദിവസം മുതൽക്കാണ് അയാളുടെ സക്കാത്തിന്റെ വർഷം തുടങ്ങുന്നത്. അപ്പൊ അടുത്ത ആ വർഷം വരുമ്പോൾ ആ പൈസക്കുള്ള സക്കാത്ത് കൊടുക്കണം. ഇനി ഈ സക്കാത്തിന്റെ നിസാബ് നിർബന്ധമായതിനു ശേഷം അയാൾ അടുത്ത മാസം ഉണ്ടാക്കുന്ന പിന്നെ പൈസ ആഡ് ചെയ്യും. സാലറി മാസം മാസം വരൂലേ, അയാളെ ലാഭം അനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള പൈസ ഇങ്ങനെ അയാൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അടുത്ത റബീഉൽ ആഖിർ വരുമ്പോൾ ഈ ആദ്യം നിർബന്ധമായ സക്കാത്തിനുള്ള സക്കാത്ത് കൊടുക്കണം, അതിന്റെ ഓതി അനുസരിച്ച് 2%. ഇനി റബീഉൽ ആഖിർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തുള്ള മാസം ഈ പിന്നെ ആഡ് ചെയ്ത ഒരു 50,000 രൂപയോ അല്ലെങ്കിൽ 30,000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയോ അതിനുള്ള സക്കാത്ത് എന്താക്കണം? അടുത്ത മാസം അയാൾ കൊടുക്കണം. പിന്നെ 5 മാസം ശേഷമായി ഇയാൾ എന്താക്കിയത്? ഈ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ കൊല്ലം പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ഈ പിന്നെയുള്ള നെക്സ്റ്റ് മാസമാണ്. അപ്പൊ ഇങ്ങനെ പ്രശ്നം വരുന്ന ആളുകൾക്ക് പിന്നെ എങ്ങനെ ചെയ്യാം? ഇനി വർഷം അവസാനമാകുമ്പോൾ ഈ ആദ്യത്തെ സക്കാത്ത് നിർബന്ധമാണ്. റബീഉൽ ആഖിറിൽ ആദ്യത്തെ സക്കാത്ത് നിർബന്ധമാകുന്നത്. അപ്പൊ ടോട്ടൽ ആയിട്ട് എന്താക്കാം? ബാങ്കിലുള്ള പൈസ എടുക്കാം, എടുത്തിട്ട് എന്താക്കാം? അതിനനുസരിച്ച് ഒരാൾ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? ഈ മാസം മാസം കൊടുക്കുന്നത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ടോട്ടൽ ബാലൻസിലേക്ക് ഒരു സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു നിബന്ധന പറയുന്നുണ്ട്. നിങ്ങൾ സക്കാത്ത് കൊടുത്ത അവകാശികൾ ഫക്കീറായിരിക്കണം, മിസ്കീനായിരിക്കണം, കടക്കാരനായിരിക്കണം, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരായിരിക്കണം, അല്ലെങ്കിൽ പുതിയ മുസ്ലിം ആയിരിക്കണം. ഈ 5 വിഭാഗമാണ് ഇന്ന് നിലവിലുള്ളത്. ഈ 5 ആളുകൾക്ക് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സക്കാത്ത് നിർബന്ധമാക്കാൻ കൊല്ലം തികയണമല്ലോ. പിന്നെ മാസം ഡെപ്പോസിറ്റ് ചെയ്തത് റബീഉൽ ആഖിറിന് ശേഷം പിന്നെയുള്ള മാസത്തിൽ തികയും. പിന്നത്തെ മുഹറം, പിന്നത്തെ സഫർ, ആ മാസം വരുമ്പോഴാണ് ഇതിന്റെ നിർബന്ധമാകുന്നത് കൊല്ലം. ആ കൊല്ലം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ സക്കാത്ത് കൊടുത്ത ആ അവകാശി അയാള് സക്കാത്തിന്റെ അവകാശിയായി തന്നെ ബാക്കിയാകണം. മുൻകൂറായിട്ട് സക്കാത്ത് കൊടുക്കാന്നാണ് പറയുന്നത്. ഇപ്പൊ പൊതുവെ റമദാനിലാണ് ആൾക്കാരെല്ലാം സക്കാത്ത് കൊടുക്കുന്നത്. പൊതുവെ ആ രീതിയല്ല. സക്കാത്തിനെ റമദാനിലേക്ക് പിന്തിക്കൽ ഹറാമാണ് എന്നാണ്. ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമായി റമദാനിന് മുമ്പ്, അപ്പൊ അതിനെ റമദാൻ വരെ പിന്തിക്കാൻ പാടില്ല എന്നാണ്, അത് ഹറാമാണ് എന്നാണ്. ഇനി എന്താക്കാം? റമദാന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ഇനി വരാനുള്ള റബീഉൽ അവ്വലിലാണ് ഒരാൾ കച്ചവടം തുടങ്ങിയിട്ട് അടുത്ത റബീഉൽ അവ്വലിലാണ് അയാൾക്ക് നിർബന്ധമാകുന്നത്. അപ്പൊ മുൻകൂട്ടി എന്താക്കാം? ഈ റമദാനിൽ തന്നെ അടുത്ത റബീഉൽ അവ്വലിൽ കൊടുക്കാനുള്ള സക്കാത്തിന് എന്താക്കാം? ഈ റമദാനിൽ തന്നെ കൊടുക്കാം. പക്ഷെ അവിടെ നിബന്ധന പറയുന്നുണ്ട്, ഈ റമദാനിൽ നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ അടുത്ത റബീഉൽ അവ്വൽ ആകുന്നത് വരെ നിങ്ങൾ സക്കാത്ത് കൊടുത്ത അവകാശി സക്കാത്തിന്റെ അവകാശിയായി തന്നെ ബാക്കിയാകണം. ഇനി അയാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ റബീഉൽ അവ്വലിന് മുമ്പ് വലിയൊരു പണക്കാരനായി മാറിയാൽ നിങ്ങളുടെ സക്കാത്ത് അവിടെ പൊളിഞ്ഞു. രണ്ടാമത്തെ സക്കാത്തിന് എന്താക്കണം? മടക്കി കൊടുക്കണം. അപ്പൊ മുൻകൂട്ടി സക്കാത്ത് കൊടുക്കുന്നതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ലാൻഡ് കാര്യങ്ങളാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഒരു സ്ഥലമെടുത്തു, അത് 1 കൊല്ലം പൂർത്തിയായി, എടുത്തത് ഒരു ഏകദേശം 10 ലക്ഷം കൊടുത്തിട്ടാണ് ഒരു സ്ഥലം എടുത്തത്. എന്നാൽ 1 കൊല്ലം പൂർത്തിയായിട്ട് അയാളിനെ വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ അതിലേക്ക് 1 കോടി രൂപയാണ് ഉള്ളതെങ്കിൽ അയാൾ 1 കോടി രൂപയുടെ സക്കാത്ത് കൊടുത്തു വിടണമെന്നാണ്. 50 ലക്ഷത്തിനാണ് കൊടുക്കുകയെങ്കിൽ എത്രക്കാണ് സക്കാത്തിനെ നിങ്ങൾ അത് നിശ്ചയിക്കുന്നതിന് വിൽക്കുന്നത്? ആ വിൽക്കുന്ന സമയത്ത് ആ എടുത്ത കച്ചവടം കൊല്ലം പൂർത്തിയായിട്ട് അത് എത്രക്കാണ്, എത്ര ലാഭത്തിന് വിറ്റാലും അന്നത്തെ ദിവസം സക്കാത്ത് നിർബന്ധമാകുന്ന ദിവസത്തിന്റെ ഒരു കാൽക്കുലേറ്റ് ആണ്, കണക്കാണ് രേഖപ്പെടുത്തുന്നത്. കച്ചവടത്തിലാണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും സക്കാത്ത് നിർബന്ധമാകുന്ന ദിവസത്തിൽ അതിന്റെ പൈസ എത്രയാണ് എന്നായിട്ടാണ് കണക്കാക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. ഈ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകൾ പറയുന്നുണ്ട്. ദുനിയാവിൽ അവനെ ഒരുപാട് പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. അവന്റെ സ്വത്തിൽ അല്ലാഹു പരീക്ഷിക്കും, ഒരുപാട് കാര്യങ്ങളിൽ അല്ലാഹു അവന്റെ ജീവിതത്തിൽ പരീക്ഷിക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മാ മനഅഹു സക്കാത്ത് ഇല്ല ബതലാഹു അല്ലാഹു ബിസ്സനീൻ.
വർഷങ്ങളോളം അല്ലാഹു അവരെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, നസുൽ ബറകത വൽ ഖഹ്ത്, അല്ലാഹു അവന്റെ ജീവിതത്തിലുള്ള ബർക്കത്തുകളെല്ലാം ഊരിക്കളയുമെന്നാണ്. യുബ്തല, അല്ലാഹു അവനെ പരീക്ഷിക്കുകയാണ്. മാനഊഹാ ബിൽ ഖഹ്തി വൽ മുജാഅതി വനഫ്സിൽ അംതാർ, മഴകളെ അല്ലാഹു ചുരുക്കി അവന്റെ സമ്പത്തിലൊക്കെ അല്ലാഹു പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നരകത്തിലാണെങ്കിലോ ഈ സ്വത്തുക്കളെ അല്ലാഹു പാമ്പുകളും തേരുകളുമാക്കി അവൻ കൊടുക്കാത്ത സക്കാത്തിന്റെ മുതലുകളെ അവന്റെ കഴുത്തിലേക്ക് ഇട്ട് ഭാരമാക്കി തൂക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്തിന്റെ അവകാശികളുണ്ടെങ്കിൽ അത് കൃത്യമായത് കൊടുക്കേണ്ടവർ പാവപ്പെട്ട മിസ്കീനും ഫക്കീറാണ്. മിസ്കീനെ കുറിച്ച് പറയുന്നുണ്ട്, ഫക്കീറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞാൽ മിസ്കീനേക്കാളും ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു മാസത്തിന് ഒരു 10,000 രൂപ ചെലവ് വരുന്നു. അപ്പൊ അയാൾക്ക് ഒരു 4,000 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. അയാൾ പണിയെടുത്തിട്ട് കിട്ടുന്ന അത്രയാണ്. 6,000 രൂപ പിന്നെയും ബാലൻസ് ഉണ്ട്. അത്തരത്തിലുള്ളവരാണ്, ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ. ഇനി ഫക്കീർ എന്ന് പറഞ്ഞാൽ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാൾക്ക് 10,000 രൂപത്തോളം ആവശ്യമുള്ള അയാൾ ചെലവ് കാര്യങ്ങൾക്ക്, അത്യാവശ്യ കാര്യങ്ങൾക്ക് അയാൾ ജോലി ചെയ്ത് കിട്ടുന്നത് ഏകദേശം ഒരു 7,000 രൂപയോ അല്ലെങ്കിൽ 6,000 അല്ലെങ്കിൽ 8,000 രൂപയോ ഈ ഒരു പൈസ മാത്രമാണ് കിട്ടുന്നത്. പിന്നെയും ഒരു 2,000 രൂപ ബാലൻസ് ആയിട്ട് ഇങ്ങനെ ബാക്കിയാകുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഫക്കീറും മിസ്കീന്റെ കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തന്നെ കടക്കാരുണ്ടെങ്കിൽ ആ കടക്കാരനും സക്കാത്തിന്റെ അവകാശികളിൽ പെട്ടവരാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഹജ്ജിനേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളിലൊക്കെ യാത്രയിലുള്ള ആളാണെങ്കിൽ, യാത്രയിൽ ഉള്ള ആളാണെങ്കിൽ ആ സമയത്ത് അവർക്ക് സക്കാത്ത് കൊടുക്കാമെന്നാണ് ഫുഖഹാ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു ഖൈറായത് പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പെരുന്നാളിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ദിവസം അതിനെ കുറിച്ച് വിശാലമായി പറയാം.